വിസ റെഡിയായി, ടിക്കറ്റ് റെഡിയായി, അപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമ്മൾ ദുബായിൽ പോയിട്ട് ജോലി അന്വേഷിക്കുകയാണ്. ദെൻ ഫ്ലൈ. പക്ഷേ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റാണ്. എന്താണ് ചെക്ക് ലിസ്റ്റ്? അതായത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പാക്ക് ചെയ്യണം, എന്തെല്ലാം സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, എത്ര CV-യുടെ പ്രിൻ്റ് എടുക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എയർപോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുക. നമ്മുടെ നാട്ടിലെ എമിഗ്രേഷനിൽ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മൾ ആ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ID, പാസ്പോർട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അവർക്ക് കൊടുക്കണം. അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 75,000 രൂപ മുതൽ 1,00,000 രൂപ വരെ കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവരെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ റൂൾസൊക്കെ നേരത്തെ ഉള്ളതാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് നമുക്കിവിടെ അക്കോമഡേഷൻ എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡുബിസിൽ പോലെയുള്ള സൈറ്റുകൾ. ഡുബിസിൽ പോലെയുള്ള സൈറ്റുകളിൽ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ബെഡ് സ്പേസിൽ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണം. നമ്മൾ ബെഡ് സ്പേസ് എവിടെയാണോ എടുത്തിരിക്കുന്നത് അതിനടുത്തുള്ള മെസ്സിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ബെഡ് സ്പേസിൽ എല്ലാ ബെഡ് സ്പേസിലും ഒരു കോമൺ കിച്ചൺ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ലഗേജിനകത്ത് എന്തെല്ലാം സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റും, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എത്ര കിലോ ഇവിടെ കൊണ്ടുവരാൻ പറ്റും, എത്ര ഹാൻഡ് ബാഗേജ് കൊണ്ടുവരാൻ പറ്റും, എത്ര ടോട്ടൽ ബാഗേജ്, അതായത് 30+10 അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ എത്ര ബാഗേജ് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഹാൻഡ് ലഗേജിനകത്ത് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതായത് നമ്മുടെ ചാർജർ, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മളുടെ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഹാൻഡ് ലഗേജിനകത്തായിരിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നിങ്ങൾ മെഡിസിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാവൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും നിങ്ങൾ ഏത് CV മേക്ക് ചെയ്യണം, ഏത് CV ആണ് നമ്മുടെ ദുബായിൽ അപ്ലൈ ചെയ്യേണ്ടത്, എവിടേക്കാണ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ സൈറ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.